ഇപ്പോൾ 4 വർഷമാവാനായല്ലോ സംഭവിച്ചിട്ട്. എന്നിട്ട് ഇത്രയും കാലം കൊണ്ട് എന്തെങ്കിലും ഒരു തരത്തിലൊരു നീതി എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. ഒരല്പമെങ്കിലും ഉളുപ്പ് വേണം. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ സമയത്തെങ്കിലും നുണ പറയുമ്പോൾ അല്ലെങ്കിൽ തള്ളിവിടുമ്പോൾ നേരിൽ പറ്റിയ നുണകളും. നമസ്കാരം. ഒരു പാവം വീട്ടമ്മയുടെ വയറിൽ 5 വർഷം ഒരു കത്രിക ഉണ്ടായിരുന്നത് അതിപ്പോ എക്സ്റേയിൽ കണ്ടെത്തി കഴിഞ്ഞപ്പോ നമ്മുടെ മന്ത്രിയും ഡോക്ടർമാരും മറ്റുള്ളവരും ഒക്കെ അങ്ങോട്ട് മെഴുകിയുമായിരുന്നത് കണ്ടു. ഇത് കണ്ടപ്പോ ഉണ്ടല്ലോ സത്യത്തിൽ ഈ കേരളത്തിലെ ആരോഗ്യരംഗത്തെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നു, തോട്ടിലിടാൻ തോന്നുന്നു. സത്യത്തിൽ ഇതൊക്കെ പൊട്ടന്മാരും മണ്ടന്മാരാണോ നമ്മൾ എന്ന് പറയുന്നത്? ഒരു ഡോക്ടർ വന്ന് പറയുന്നത് കേട്ടു അത് കത്രികയല്ല വേറെ എന്തോ ആണെന്നോ. എന്ത് സംഭവമായാലും കത്രികയെക്കാളും വലിയൊരു സാധന ആ സാധനം നമ്മുടെ പള്ളേന്റെ ഉള്ളിൽ ആയിപ്പോയി കഴിഞ്ഞാൽ, വയറ്റിന്റെ ഉള്ളിൽ ആയിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറുക എന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ. വേറെ ഡോക്ടർ വന്ന് പറയുന്നത് കേട്ടു 50 കൊല്ലം കിടന്നാലും ഒരു കുഴപ്പമില്ല. അതിനുശേഷം മെഴുകി വാരാനായിട്ട് ഒരു ഡോക്ടർ വന്ന് പറയുന്നുണ്ട് ഡോക്ടർമാരും കുറ്റക്കാരല്ല, കൂടെ നിന്ന നഴ്സുമാരാണ് കുറ്റക്കാരത്രേ. അല്ല, എനിക്കറിയാൻ മേലാത്തത് എന്തൊക്കെ എങ്ങനെയൊക്കെ എന്ന് തീരുമാനിക്കുന്നത് സിസ്റ്റർമാരാണോ ഡോക്ടർമാരാണോ, നഴ്സുമാരാണോ ഡോക്ടർമാരാണോ? ഞങ്ങളൊക്കെ സാധാരണ യുക്തിയിൽ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഡോക്ടർമാരാണ് എന്നാണ്. ഒരു സർജറി ചെയ്യുന്നതിന് എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം എന്നുള്ളത് ഡോക്ടർമാരല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന സാധനങ്ങൾ വേണം, ആ സാധനങ്ങൾ എത്ര എണ്ണം വീതം വേണം, ഈ ലിസ്റ്റ് ഡോക്ടർമാർ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സാധനങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തമാർക്കാണ് ഒരു സർജറി തുടങ്ങുന്നതിന് മുമ്പ് അതെല്ലാം കൃത്യമായി എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ സർജറി തുടങ്ങാൻ. അതല്ലാതെ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് കുറെ കറിക്കത്തി വാങ്ങാനും അല്ലെങ്കിൽ അരിവക്കത്തി വാങ്ങാനും പിന്നെ കൊല്ലനെ തേടി പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഇല്ലേ? അതിനുശേഷം സർജറി നടത്താൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട്, എടുത്തു തരാൻ ആളുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടില്ലേ കീറി മുറിക്കാൻ തുടങ്ങുന്നത്. അത് വരുമ്പോൾ സർജറി അവസാനിപ്പിച്ച ശേഷം, തീർന്ന ശേഷം, തുന്നി കെട്ടുന്നതിന് മുമ്പ് ഈ ലിസ്റ്റ് എല്ലാം പരിശോധിച്ച് അതെല്ലാം പുറത്തുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആ ഡോക്ടർക്കില്ലേ? കാര്യം ഡോക്ടർക്കാണല്ലോ ഉത്തരവാദിത്വം വരുന്നതല്ല, ഇല്ലേ? അവസാനം പേരുദോഷം എല്ലാം വരുന്നത് എന്ത് ചെയ്താലും. അല്ലാതെ നഴ്സുമാരില്ലല്ലോ, അവരല്ലല്ലോ ചെയ്യുന്നത്. അവർക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ പറയാൻ? എന്തെങ്കിലും സംസാരിക്കാനുള്ള ഒരു വോയിസ് ഉണ്ടോ? ഇല്ലല്ലോ. ഈ ഡോക്ടർമാര് പറയുന്നു അവരനുസരിക്കുന്നു, അത് എടുത്തുകൊണ്ടു എടുത്തു വരുന്നു, അത് കൊടുക്കുന്നു, ഇതെടുക്ക് ഇത് കൊടുക്കുന്നു, ഇതുപടി ഇത് കൊടുക്കുന്നു. ഇതല്ലാതെ മറ്റെന്ത് പരിപാടിയാണ് ഉള്ളത്? പിന്നെ ഇതെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനല്ലേ ഇവിടെ ഒരു മന്ത്രി? അല്ല, എന്തിനാണ് നമുക്കിവിടെ ഗവൺമെന്റ് ആശുപത്രികൾ? നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഗവൺമെന്റ് ആശുപത്രി പറഞ്ഞാൽ ഈ കേരളത്തിലെ സാധാരണക്കാരെ ജനങ്ങൾ, 3.5 കോടി ജനങ്ങൾ മുഴുവൻ ആൾക്കാർക്കും ചികിത്സിക്കാൻ പൂർണ്ണ ആരോഗ്യം കിട്ടുന്നു, അല്ലെങ്കിൽ ചികിത്സ കിട്ടുന്നു, ഉറപ്പുവരുത്തുന്നു, മെച്ചപ്പെട്ട സേവനം ലഭിക്കുന്നു, അതും ഏറ്റവും നല്ല സേവനം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട സ്ഥാപനങ്ങൾ. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. ഇത്രയധികം ആരോഗ്യ കച്ചവടം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കഥ നമുക്കറിയാലോ. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മൾ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രി പോകും, തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രി പോകും. അത് കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു വലിയ ആശുപത്രി പോകും. എല്ലായിടവും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പോകുന്ന സ്ഥലമാണ് മെഡിക്കൽ കോളേജ്. അതായത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് പോകും എല്ലാ ഡോക്ടർമാരും, എല്ലാ രോഗികളും അങ്ങോട്ടാണ് പോണത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോരും. ഇതായിരുന്നു അന്നത്തെ ഒരു ഗതി. ഇന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കിയിട്ട് വമ്പൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നു. ഇവിടുത്തെ കണക്ക് നോക്ക്, 5000-ലധികം ആശുപത്രികൾ ഈ കേരളത്തിലുണ്ട്. വമ്പൻ ആശുപത്രികൾ 5000-ന് മേലെ, വമ്പൻ ലക്ഷറി 5 സ്റ്റാർ 7 സ്റ്റാർ ആശുപത്രികൾ 5000-ലേറെ. അല്ല, ഈ കേവലം 100-200 കിലോമീറ്റർ മാത്രം നീളമുള്ള, ഒരു 10-50 കിലോമീറ്റർ മാത്രം ശരാശരി വീതിയുള്ള ഈ ഒരു നമ്മുടെ കേരളത്തിനെ, ഈ കൊച്ചു കേരളത്തിന് എന്തിനാണ് 5000-ലധികം ആശുപത്രികൾ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ മരുന്ന് തിന്നുന്ന സ്ഥലം എവിടെന്നറിയോ? നമ്മുടെ കേരളമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ, ഇത്ര കുറഞ്ഞ ഒരു ജനസംഖ്യക്കുള്ളിൽ, ഇത്ര കുറഞ്ഞ ഒരു ഭൂപ്രദേശത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആശുപത്രി ഉള്ളത്, അതും വലിയ വലിയ ആശുപത്രി ഉള്ള സ്ഥലം എവിടെയാണ്? ഇവിടെ തന്നെ. ഈ 5000 ആശുപത്രികളിൽ പുറത്തുള്ളവർ അറിയാമല്ലോ അവർ പണം മുടക്കിയിട്ടുള്ളത് ഇവിടെ എത്ര ആശുപത്രികളാണ് എന്ന്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും ആശുപത്രികൾക്ക് തിന്നു കൊടുക്കാൻ വേണ്ടി ഇവിടെ എത്ര കച്ചവടം നടക്കണമെന്നുള്ളത്, എത്ര ബിസിനസ് ഉണ്ടാക്കണം, എത്ര രോഗികൾ ഓരോ ദിവസം ഉണ്ടായി വരണമെന്നുള്ളത് ഈ കത്രിക ഇതിനകത്ത് വെച്ചല്ലോ. ഈ ഡോക്ടറെ കത്രിക അതിനകത്ത് വെച്ചു കൊടുത്തു. ആ കത്രിക എടുത്തത് എവിടെ നിന്നാ? അത് മറ്റൊരു ആശുപത്രിയിൽ നിന്ന്. എന്തായാലും അത് ബില്ല് കൊടുക്കേണ്ടി വരുമല്ലോ. ചുരുക്കം പറഞ്ഞാൽ ഇത് വലിയൊരു മാഫിയ, ഒരു വലിയൊരു കച്ചവടമാണ്. ആ കച്ചവടത്തിനിടയിൽ ഈ പറയുന്ന ഗവൺമെന്റ് ആശുപത്രികളിൽ യാതൊരു ശ്രദ്ധയുമില്ല, യാതൊരു നോട്ടവുമില്ല. അവർ എങ്ങനെയായാലും മതി, അവിടെ എത്തുന്നവർ എന്ത് ചെയ്താലും ഒരു വിഷയമില്ല എന്നതാണ് അവസ്ഥ. കോഴിക്കോട് ഒരു യുവതി 4 വർഷമായി ഇതിന്റെ പിന്നാലെ നടക്കുകയാണ് നീതിക്ക് വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി തള്ളി അങ്ങോട്ട് വിടുന്ന കണ്ടു. 2 ലക്ഷം രൂപ അവൾക്ക് കൊടുത്തില്ലേന്ന്. 2 ലക്ഷം കൊടുത്തില്ലേന്ന്. 2-മല്ല 20-മല്ല, അവൾക്കുണ്ടായ നഷ്ടം ചില്ലറയൊന്നുമല്ല. അവളുടെ ജീവിതം പോയി, സമ്പത്ത് പോയി, എല്ലാം പോയി. എന്നിട്ട് 2 ലക്ഷം രൂപ കൊടുത്ത് 2 ലക്ഷം കുരുവ ഞങ്ങൾ തന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. നാണമില്ലേ?
നാണമില്ലേ ഒരു ആരോഗ്യമന്ത്രിയില്ലേ? കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ മുഴുവൻ ആരോഗ്യം സംരക്ഷിച്ചുകൊള്ളാന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ഒരു മന്ത്രിയല്ലേ ഈ വീണ ജോർജ് എന്ന് പറയുന്നത്? അപ്പൊ ഇത്തരത്തിൽ ഞാനങ്ങ് ചെയ്തു എന്ന് പറയുന്നതിന് നാണമില്ലേ? ഇപ്പം മന്ത്രി പറയുന്ന ഒരു സമാശ്വാസം ഹർഷിനക്ക് നൽകിയില്ലേ? ഇന്നലെ ഏതോ റിപ്പോർട്ടറെ ഞെട്ടിച്ചിട്ടൊക്കെ പറയുന്നു കേട്ടു. നൽകിയില്ലേ. എവിടെ നൽകി? എന്ത് സമാശ്വാസം നൽകി? ഹർഷിനക്ക് ഇത് മുഴുവനായിട്ട് ഇത്രയും കാലം അനുഭവിച്ച, ഇനിയും അനുഭവിക്കാനിരിക്കുന്ന, ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സാമ്പത്തിക നഷ്ടത്തിന് പരിഹാരമായിട്ട് 2 ലക്ഷം രൂപ നൽകിയിട്ടാണ് ഹർഷിനക്കെല്ലാം നൽകി. ഹർഷിനൻ്റെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ പലതും ചെയ്തു. ഞങ്ങൾക്ക് എന്ത് പിഴവ് പറ്റിയെന്ന് വെച്ചു. ആരോഗ്യമന്ത്രി എന്ന നിലക്ക് പൂർണ്ണമായിട്ടും 100% പിഴവാണ്, 100% പരാജയമാണ് മാത്രമാണ് പറയാനുള്ളത്. ഇവിടെ ഒരു രാഷ്ട്രീയവും ഇല്ല. ഇവിടെ എൻ്റെ ജീവനും ഞങ്ങൾക്ക് സംഭവിച്ച ഇത്രയും വലിയൊരു നഷ്ടത്തിൽ ഇപ്പോൾ 4 വർഷമാവാനായല്ലോ സംഭവിച്ചിട്ട്. എന്നിട്ട് ഇത്രയും കാലം കൊണ്ട് എന്തെങ്കിലും ഒരു തരത്തിലൊരു നീതി എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. ഒരല്പമെങ്കിലും ഉളുപ്പ് വേണം. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ സമയത്തെങ്കിലും നുണ പറയുമ്പോൾ അല്ലെങ്കിൽ തള്ളിവിടുമ്പോൾ നേരിൽ പറ്റിയ നുണകളും നേരിൽ പറ്റിയ തള്ളുകളും, അതായത് ഒരു അല്പമെങ്കിലും ഉള്ളതങ്ങോട്ട് പഴച്ചു വിടണം. ഈ കത്രീന്റെ കാര്യത്തിൽ ഒരു ഡോക്ടർ പറയുന്നത് കേട്ടു, 10-20 വർഷം മുമ്പ് മറ്റെവിടെ നടത്തിയ സർജറി ആകാം, അന്ന് ചിലപ്പോൾ പെട്ടതാകാം, ഒരു 50 കൊല്ലം ഇത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. ഇപ്പോ കഴിഞ്ഞ ദിവസം അത് സർജറി ചെയ്ത് ആ കത്രിക പുറത്തെടുക്കുമ്പോൾ ആ ചെയ്ത ആൾക്കാർ പറയുന്നുണ്ട് അത് തട്ടി മുറിയായിട്ട് ആ ബ്ലഡാണ് അവരുടെ മൂത്രത്തിലൂടെ പുറത്തു വന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ പുറത്തു വന്നുകൊണ്ടിരുന്നത് എന്ന്. മുറിയായിരുന്നു, വലിയ പ്രശ്നമായിരുന്നു. 5 വർഷമായിട്ട് ആ സ്ത്രീ അനുഭവിച്ചിട്ടുള്ള വേദനയ്ക്ക് ആര് സമാധാനം പറയും? എന്നിട്ട് യാതൊരു എളുപ്പമില്ലാതെ നമ്പർ 1 ആരോഗ്യ കേരളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കേരളം ആരോഗ്യപരമായി നമ്പർ 1 ആണെന്നുണ്ടെങ്കിൽ എന്തിനാ മുഖ്യനും ബാക്കിയുള്ളവരും കൂടെ മൂക്കുപനി വരുമ്പോൾ അമേരിക്കയ്ക്ക് വെച്ച് പിടിക്കുന്നത്? ഇവിടെ ചെയ്താൽ പോരെ? കേരളം നമ്പർ 1 അല്ലേ? കേരളത്തിലെ പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം, മെഡിക്കൽ കോളേജ് അടക്കമുള്ള മുഴുവൻ കേന്ദ്രങ്ങളും മെച്ചമല്ലേ? മെച്ചമായിരിക്കണമല്ലോ, ആണല്ലോ. മരുന്ന് മാഫിയയുടെ കൂട്ടാളികളാണ് ഇവിടുത്തെ മന്ത്രിമാരും, ഈ ആരോഗ്യമന്ത്രിമാരും ഇവിടുത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ഈ സർക്കാർ മുഴുവനും എന്ന് അധികം വേണോ തെളിവ് ചിന്തിക്കാൻ? അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കൊറോണ സമയത്ത് പോലും കൊറോണയ്ക്കുള്ള മരുന്നിന് ഹോമിയോ മരുന്ന് ഫലപ്രദമായ മരുന്നുണ്ടായിട്ട് എപ്പോഴാണ് അത് കൊടുത്തത്? എന്തിനാണ് ഒരു അലോപ്പതിയെ മാത്രം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയിൽ മറ്റെല്ലാ സംവിധാനങ്ങളും ഇല്ലേ? നമ്മളതിനെ മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടോ? അലോപ്പതിയെ നമ്മൾ താറടിക്കുന്നു എന്നല്ല പറയുന്നത്. അലോപ്പതിക്ക് അലോപ്പതിയുടേതുണ്ട്, മോഡേൺ മെഡിസിന്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്, ആയുർവേദത്തിന് ആയുർവേദത്തിന്റെ സ്ഥാനമുണ്ട്, ഹോമിയോയ്ക്ക് ഹോമിയോയുടെ സ്ഥാനമുണ്ട്. ഓരോത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. എന്നാൽ എന്തെങ്കിലും ഒരു ചികിത്സാ പദ്ധതി പ്രഖ്യാപിച്ചാൽ, എന്തെങ്കിലും ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചാൽ, ഇതെല്ലാം അലോപ്പതി എന്ന് പറയുന്ന ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റിലേ ഉള്ളൂ, ബാക്കി ഒന്നിലുമില്ല. ഇവിടെ ഒരു പനി സ്ഥിരപ്പെടുത്താൻ ബാക്കി ഏതെങ്കിലും ഒരു വകുപ്പിന് പറ്റുമോ? ഒരു മരണം സ്ഥിരപ്പെടുത്താൻ മറ്റാർക്കെങ്കിലും അനുമതിയുണ്ടോ? ഒരു ഡെലിവറിന്റെ കാര്യത്തിൽ മറ്റാർക്കെങ്കിലും അനുമതിയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ട് ഇത് പരസ്പരം സഹകരിച്ചുകൂടാ? എന്തുകൊണ്ട് ഒരുമിച്ച് നിന്നൂടാ? മഞ്ഞപ്പിത്തം ചികിത്സിക്കാൻ ഇവിടെ അലോപ്പതിയിൽ മരുന്നില്ല എന്നിരിക്കെ ഓരോന്നിനും ഏതാണ് യോജിച്ചത് അത് എല്ലാ ആശുപത്രിയിലും കിട്ടുന്ന ഒരു സിസ്റ്റമാക്കി കൂടെ എന്തുകൊണ്ട് പറ്റില്ല? അതൊന്നും പറ്റില്ല. ഇവിടെ ഒരൊറ്റ മെഡിക്കൽ സിസ്റ്റം മാത്രം മതി. ആ മെഡിക്കൽ സിസ്റ്റത്തിൽ എന്ത് നെഗ്ലിജൻസ് നടന്നാലും അതിനെ കുടപിടിച്ചുകൊണ്ട്, അതിനെ ന്യായീകരിച്ചുകൊണ്ട്, അതിനെ മെഴുകുന്നവരെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ട് ഈ ഒരു നേതൃത്വം മുന്നോട്ട് പോകുമ്പോൾ, ഈ സർക്കാരും ഈ മന്ത്രിയും മുന്നോട്ട് പോകുമ്പോൾ നമ്പർ 1 ആരോഗ്യ കേരളം എന്നത് കേൾക്കാൻ നല്ല രസമാണ്. Different angles. Don't forget to subscribe and support this channel.